കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് വീട്ടമ്മയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവ്. നെയ്യാറ്റിൻകര മുട്ടക്കാട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണമുയരുന്നു. വായ്പയുടെ പേരിൽ ഫ്രാങ്ക്ലിൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. യുവതിയെ ഫ്രാങ്ക്ലിൻ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് മകൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. അതിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഫോക്കസ് ചെയ്താണ് എഴുതിയിരുന്നത്. അത് ആ ലെറ്റർ കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ടത്. നമുക്ക് അതിനു മുമ്പും അങ്ങനത്തെ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ബാഡ് ഒരു അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ടല്ല എന്നാലും ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ നമുക്കത് അപ്പോൾ നമ്മളത് ആ ഒരു ഇതിലെടുത്തില്ല. അമ്മ പുള്ളി കടയിൽ വരുമ്പോഴൊക്കെ നെർവസ് ആവും, അപ്പോഴത്തേക്ക് എന്നോട് സംസാരിക്കാൻ പറയും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് കിട്ടിയപ്പോഴാണ് അതിൽ മെച്ചൂരിൻ്റെ അതിലെഴുതി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അമ്മ എന്നോട് 2 കത്തായിട്ട് എഴുതിയത്, ഒന്നും എനിക്കും ഒന്ന് അനിയത്ത്. അപ്പോൾ എന്നോട് പറയണ പോലെ മോനെ നീ അത് എൻ്റെ മരണശേഷം കുറച്ച് കടമുണ്ട്, അപ്പോൾ അതൊക്കെ എങ്ങനെ തീർക്കുമില്ല, പക്ഷേ അവനെ വെറുതെ വിടരുത്, അവനടുത്ത് പോകണം, എന്നിട്ട് നഷ്ടപരിഹാരം വെച്ച് നിങ്ങളുടെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും അപകടമാണെന്ന് വിചാരിച്ചു. പിന്നെ പോലീസുകാർ ഇന്നലെ പറഞ്ഞ് പിന്നെ ലെറ്ററൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്കും അതായത് അറിയാം. ഇവിടുത്തെ നമ്മുടെ വാർഡ് മെമ്പർ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ട്, ജോസ് ഫ്രാങ്ക്ലിൻ നമ്മളിവിടെ മുട്ടക്കാട് ദേശത്തിൽ പുള്ളി അറിയാത്തത് ആരുമില്ല. അപ്പോൾ നമ്മൾ എന്ത് സഹായിക്കുന്ന സാധാരണക്കാർ പുള്ളിയുടെ അടുത്താണ് സഹായത്തിനും എന്ത് കാര്യത്തിനും പോയി ചെല്ലുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ സഹായത്തിനാണ് നമ്മൾ ഓരോ കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ പരമായിട്ട് ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഇതറിയാം. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരാളെ പറ്റി മാറുമ്പോൾ നമുക്ക്, പക്ഷെ നമ്മളും ഇത്രയും ഡീപ്പായിട്ടാണ് അമ്മ പേടിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. ഓക്കെ, ചിലപ്പോൾ അയാളോടുള്ളവർക്ക് സംസാരിക്കുന്ന താല്പര്യം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത്രയും ഡീപ്പായിട്ടൊരു കാരണമുണ്ടെന്ന് പുള്ളിക്കാരത്തി മറച്ചു വെച്ചത് എനിക്കിപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ലെറ്റർ മാത്രം ഒതുക്കാനുള്ള കാര്യമില്ല. കാരണം 11 മണിക്ക് 12 മണിക്ക് ഫോൺ വിളിക്കുക, അങ്ങനെ കുറേ ചില നേരത്തെ വീട്ടിൽ വന്നവിടെ വന്ന് ഫോൺ അടിക്കുക. അപ്പോൾ ഇതൊക്കെ അതിൽ ഉള്ള നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനും അനിയത്തിയാലും നോട്ടീസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മളതൊക്കെ അറിയാലോ. ആ ഒരു ഇതിൽ ഒരാൾ അപ്രോച്ച് ചെയ്തെങ്കിലും ശരി എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിലാണ്. പക്ഷേ ഇത്രയും അമ്മ അനുഭവിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അമ്മയാണ് ഈ ലെറ്ററൊക്കെ കൊടുക്കാനൊക്കെ, പിന്നെ അമ്മ പോവാണ്ടായി. പിന്നെ എന്നോട് പറയും മോനെ നീ കൊണ്ടുപോകും. പിന്നെ അങ്ങനെയാണ് ഞാനാണ് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയി പേപ്പേഴ്സൊക്കെ പിന്നെ ഞാനാണ് കൊണ്ടുപോകും. എന്നെ അങ്ങനത്തെ ഇതിന് അമ്മ വിടാത്തതാണ്. കാരണം എനിക്ക് അങ്ങനെ ഞാൻ പോയി ശീലമല്ല. പക്ഷേ അമ്മ ഈ പ്രത്യേകിച്ച് എന്നെ കൊണ്ടുവിട്ടു. അതേസമയം സംഭവത്തിൽ ഫ്രാങ്ക്ലിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് നാട്ടിലെ പൊതുപ്രവർത്തകരും രംഗത്തെത്തി. സലിതകുമാരി ഒരു വിധവയാണ്, വളരെ മാന്യമായി ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. മറ്റാരുടെയോ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും മരണം കത്തിൽ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ്റെ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമത്തിൻ്റെ വഴിയിൽ ആ FIR ഇട്ട് കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും, അല്ലെങ്കിൽ ഈ നാട്ടുകാരൊട്ടാകെ തന്നെ വലിയ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അക്കാര്യത്തിൽ എല്ലാ സാധ്യതയും അടച്ചുകൊണ്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ആകെ വിശ്വസിക്കുന്നത്. നൃപൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നൃപൻ, ഗുരുതരമായ ആരോപണം തന്നെയാണ്. ആ കത്തിൽ മാത്രമല്ല മകന്റെ വാക്കുകളിലടക്കം അത് നിഴലിക്കുന്നുണ്ട്. കാരണം അമ്മയെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ലൈംഗികമായിട്ടുണ്ട്, വാക്കാലുണ്ട്. ഒടുവിലിതാ അവർ പറയുന്നുണ്ട് ജീവിക്കാൻ പറ്റാത്ത നിലയിലേക്ക് അവരെ എത്തിച്ചു എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മകന്റെ വാക്കുകളിലൊക്കെ അത് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നൃപൻ, തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിട്ടുള്ളത്. നെയ്യാറ്റിൻകര ഈ പെരുമ്പഴുതൂരിന് അടുത്തുള്ള സ്ഥലമാണ് മുട്ടക്കാട് എന്ന് പറയുന്ന പ്രദേശം. അവിടെ ഒരു ചെറിയ ബേക്കറി നടത്തി വരുന്ന സ്ത്രീയായിരുന്നു, വീട്ടമ്മയായിരുന്നു സുനിതകുമാരി. അവർ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്നലെ രാവിലെയോടുകൂടി ഗ്യാസ് ലീക്കേജ് വന്ന് വീട്ടിനകത്ത് ഈ
അടുക്കളയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ച വിവരം. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അവരുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുള്ളത്. നേരത്തെ മകൻ തന്നെ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയതുപോലെ സഹോദരിക്കും ഒപ്പം തന്നെ മകനും ഓരോ കത്തുകൾ എഴുതി വെച്ചിരുന്നു. ആ കത്തിൽ തന്റെ മരണത്തിന് പൂർണ്ണമായ ഉത്തരവാദി എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര നഗരസഭയിലെ ഈ പ്രദേശത്തെ കൗൺസിലറും ഒപ്പം തന്നെ DCCയുടെ ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നേതാവുമായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിന്റെ നിരന്തരമായ പീഡനം കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായി. സാമ്പത്തികമായി ആദ്യഘട്ടത്തിൽ വായ്പ എടുക്കുന്നതിന് സഹായിച്ചു. അതിനൊരു ചിട്ടിയാണ്. ആ ചിട്ടി കടയിൽ നിന്ന് ലഭിക്കുന്ന കച്ചവടത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ആ ചിട്ടി ദിനവും അടച്ചു പോവുകയായിരുന്നു സുനിത. പക്ഷേ ഇതിനുശേഷം പലതരത്തിൽ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തി. ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ ഫോൺ വഴി ശല്യം ചെയ്യുക, ഒപ്പം തന്നെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തു. നിരന്തരം തനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് ആണ് കത്തിൽ പറയുന്നത്. ഗത്യന്തരമില്ലാതെയാണ് തനിക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് ശാരീരികമായ അതിക്രമം നേരിടുന്നു. അതുകൊണ്ട് താൻ തന്റെ ജീവൻ ഒടുക്കുന്നു എന്ന് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. നെയ്യാറ്റിൻകര സർക്കിൾ ഇൻസ്പെക്ടർ ഈ കത്തിന്റെ പകർപ്പ് ഫോറൻസിക് വിദഗ്ധരടക്കം വന്ന് പരിശോധിച്ച ശേഷം ആ കത്ത് എടുത്തിട്ടുണ്ട്. 2 കത്തുകളും പോലീസിന്റെ കൈവശമുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള ലൈംഗിക പീഡനം അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് കത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെ നാട്ടുകാരും പറയുന്നു. നാട്ടുകാരടക്കം കൈരളി ന്യൂസിനോട് കഴിഞ്ഞ ദിവസം അല്പം മുമ്പ് പ്രതികരിച്ചു. മകനും വീട്ടുകാർക്കൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം കോൺഗ്രസിന്റെ തലസ്ഥാനത്ത് തന്നെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വർഷങ്ങളായി നെയ്യാറ്റിൻകര നഗരസഭയുടെ കൗൺസിലറായി വിവിധ വാർഡുകളിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവും സജീവമായിട്ടുള്ള നേതാവുമാണ്. ഐ ഗ്രൂപ്പിന്റെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി വലിയ സമ്പർക്കം പുലർത്തുകയും വലിയ തരത്തിൽ നേതാക്കളുമായി ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ. തന്റെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ സ്ത്രീയെ വേട്ടയാടുകയും ആ സ്ത്രീ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഗുരുതരമായ കുറ്റം. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പ്രദേശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. അവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും കുടുംബവും ഒക്കെ തന്നെ ഇയാൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം.